വെൽക്കം ടു അവർ ചാനൽ. ഹായ്, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, ഒരു സിമ്പിൾ റെസിപ്പി, സിമ്പിൾ ലഡു. ഇപ്പോൾ സാധാരണ ലഡു ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓയിൽ ഫ്രൈ, ബൂന്തി ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഏത് പ്രോസസ്സും ഇല്ല. ഇതിൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഡു ആണ്. അതെക്കാട്ടിലും ടേസ്റ്റായിട്ടും ഉണ്ടാവും. പിന്നെ ഇതിന് നമുക്ക് കടല മാവ് യൂസ് ചെയ്യാതെ കടലപ്പരിപ്പ് എടുത്തിട്ട് അരച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം കടലപ്പരിപ്പ് 1 കപ്പ് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കടലപ്പരിപ്പിനെ നമുക്ക് വെള്ളം ചേർക്കാതെ മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം തരിതരിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂടുതൽ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പ് ഉള്ളതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരയ്ക്കാം. ഇത് നോക്കിക്കോ, ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അടുത്ത് നമുക്ക് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ട് 5 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ ചൂടാക്കിയ നെയ്യിൽ കുറച്ച് നമുക്ക് അതിലൊരു നട്ട്സ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ബാദാം, പിസ്ത, പിന്നെ കാഷ്യൂ നട്ട്സും, പിന്നെ കുറച്ച് ഈ ഡ്രൈഡ് മുന്തിരിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒവ്വൊരു ലഡ്ഡു കഴിക്കുമ്പോഴും കുറച്ച് നട്ട്സ് കടിക്കാൻ കിട്ടണം. ആ അളവിന് നട്ട്സ് ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ നട്ട്സും ഉണക്കമുന്തിരിയും നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചു. ഇനി നമ്മൾ അരച്ച പേസ്റ്റ് ഈ നെയ്യിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്യണം. അത് നല്ലോണം ഈ പൗഡർ ആവുന്നവരെ കുറേ നേരം ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. മീഡിയം ഫ്ലെയിം, പിന്നെ ഇടയ്ക്ക് ഹൈ ഫ്ലെയിം, അങ്ങ് മാറി മാറി ഫ്രൈ ചെയ്യാം. അത് ഏകദേശം ഒരു പൗഡർ ഫോമിലേക്ക് എത്തും. ആ ഫോം വരുന്നവരെ നമുക്ക് സ്റ്റൗവിൽ ഫ്രൈ ചെയ്യാം. ഇതിൽ വാട്ടർ കണ്ടൻ്റൊക്കെ കംപ്ലീറ്റ്ലി പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. തൊടുമ്പോഴൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു തരി ഫോമിൽ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എടുത്തിട്ട് കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കണം. ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിൽ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം മിക്സിയിൽ അടിക്കാം. ഇപ്പോൾ റവ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് വേണ്ടത് ലഡ്ഡു ഉണ്ടാക്കാൻ. അടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിനെ തിളപ്പിക്കാം. ഏകദേശം ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്കിത് തിളപ്പിക്കണം. ഒരു 2 സ്പൂൺ ഏലക്ക പൊടിയും പിന്നെ ഒരു പിഞ്ച് ഓഫ് റെഡ് കളറും കൂടെ, ഫുഡ് കളറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ച പൊടി ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് അത് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യും കൂടെ ഇടാം. നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഇതിനെ മൂടി വയ്ക്കാം, ആ ഷുഗർ സിറപ്പ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞു. ഷുഗർ സിറപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കൂടെ ഇടാം. ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് റൗണ്ടായിട്ട് ഉരുണ്ട പോലെ പിടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡു റെഡിയായി. നല്ല ജ്യൂസി ആൻഡ് നട്ട്സ് എല്ലാം മിക്സ് ആക്കി ഒരു ക്രിസ്പി ലഡും കൂടെ റെഡിയായി. ഇത് ദീപാവലിക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ലൈക്ക്, ഷെയർ, കമൻറ്റും കൂടെ ചെയ്യണേ. ബൈ.